ആരോഗ്യ സംരക്ഷണം എല്ലാവരിലും എത്തിക്കുക, പരമ്പരാഗത അറിവിനെ വർഗീയ ശക്തികൾ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിൽ 1200 പേരുടെ യോഗ പ്രദർശനം അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന് CPIM ആണ് പിന്തുണ നൽകുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. പുതിയ തലമുറയെ പരിശീലിപ്പിക്കാനാണ് ഈ സംഘടന ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 6 മാസമായി സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ യോഗ പരിശീലനം നടത്തുകയുണ്ടായി. ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 1000 പഠിതാക്കളുടെ ഒരു പ്രദർശന പരിപാടി ഒരുക്കാനാണ് ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്റർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വേദിയാക്കാൻ കണ്ണൂരിനെയാണ് ഈ പ്രസ്ഥാനം തിരഞ്ഞെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. ഈ നാട്ടിലെ ജനകീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളും നല്ല സ്പിരിറ്റോടു കൂടിയാണ് ഈ യോഗ പ്രദർശന പരിപാടിയെ നോക്കിക്കണ്ടത്. എല്ലാ നിലക്കും പിന്തുണയും സഹായവും നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത്തരമൊരു പരിപാടിയുടെ സാമൂഹ്യ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്ത് എല്ലാറ്റിനെയും ശിഥിലീകരണ ശക്തികൾ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വർഗീയവാദികളും തീവ്രവാദ ശക്തികളും അടക്കം ആയോധന മുറകളെ തെറ്റായി ഉപയോഗപ്പെടുത്താനാണ് ഇന്ന് പരിശ്രമിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള അറിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് യോഗവിദ്യ. ആ യോഗ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മെച്ചപ്പെട്ട ശരീരവും മെച്ചപ്പെട്ട മനസ്സും സൃഷ്ടിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തോടു കൂടി ഈ പ്രസ്ഥാനം വിവിധ കേന്ദ്രങ്ങളിൽ ഒരു പ്രത്യേക പാഠ്യപദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യോഗ പരിശീലനം ആരംഭിച്ചത്. യോഗയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയുണ്ടായി. ഈ യോഗ ചില മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് പരിശീലിക്കാൻ പറ്റില്ല എന്ന നിലക്കുള്ള പ്രചരണമാണ് ചിലരെല്ലാം നടത്തിയത്. എന്നാൽ മാർഷൽ അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്ററിൻ്റെ പരിശീലന കേന്ദ്രത്തിൽ മതമോ രാഷ്ട്രീയമോ ലിംഗഭേദമോ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷ്യം മെച്ചപ്പെട്ട ശരീരം, മെച്ചപ്പെട്ട മനസ്സ്, അതുണ്ടാക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഈ യോഗ സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രത്യേകമായിട്ടുള്ള പാഠ്യപദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ പരിശീലന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകളാണ് ഈ വേദിക്ക് മുന്നിലിരിക്കുന്ന ആളുകൾ. ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും പരിശീലനം നേടിയിട്ടുള്ള പഠിതാക്കൾ കണ്ണൂരിൽ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കിട്ടിയിട്ടുള്ള അറിവുകളെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ പുരോഗതിക്കാണ്, സമൂഹത്തിൻ്റെ ഉന്നതിക്കാണ്, സമൂഹത്തെ ഭിന്നിപ്പിക്കാനല്ല, സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് നമ്മുടെ എല്ലാ അറിവുകളും ഉപയോഗപ്പെടുത്തേണ്ടത്. അറിവുകളെപ്പോലും ശിഥിലീകരണ ശക്തികൾ ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇതാ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള യോഗ അത് പരിശീലിപ്പിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള മഹത്തായിട്ടുള്ള ഒരു സാമൂഹ്യ ദൗത്യമാണ് മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്റർ നടത്തിയിട്ടുള്ളത്. അത് വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ 1000 പേരെ അണിനിരത്തി പരിശീലനം നേടിയിട്ടുള്ള പഠിതാക്കളിൽ നിന്ന് 1000 പേരെ അണിനിരത്തി തങ്ങൾ നേടിയിട്ടുള്ള യോഗാഭ്യാസം കാണിക്കണം, ജനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ പ്രദർശന പരിപാടി ഒരുക്കിയത്. നോക്കുമ്പോൾ 1000 പേരെയാണ് ഈ പ്രസ്ഥാനം കണ്ണൂരിലെത്തിക്കും എന്ന് പറഞ്ഞതെങ്കിൽ
കണ്ണൂരിലെ ജനങ്ങൾ ഇതിനെ നല്ല നിലക്ക് സ്വീകരിച്ച അടിസ്ഥാനത്തിൽ ഈ പരിപാടിയിലിപ്പോൾ 1200 പഠിതാക്കളാണ് ഈ പ്രദർശന പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടത്തിയിട്ടുള്ള പരിശീലന കേന്ദ്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഈ 1200 പഠിതാക്കളെയും ഇവിടെ രൂപീകരിച്ച സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട കണ്ണൂരിൻ്റെ പാർലമെൻറ്റ് അംഗം ശ്രീമതി ടീച്ചറാണ്. ശ്രീമതി ടീച്ചറെ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കണ്ണൂർ സ്റ്റേഡിയം ഇത്തരമൊരു മഹത്തായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ യോഗ പഠിതാക്കളുടെ പ്രദർശനത്തിനു വേണ്ടി സൗജന്യമായിട്ട് അനുവദിക്കാൻ കണ്ണൂരിലെ പ്രഥമ കോർപ്പറേഷൻ്റെ മേയർ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. മേയർ EP ലത ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളവരുടെ ഒരു ഫൈനൽ റിഹേഴ്സൽ അത് നടത്തുന്നതിന് വേണ്ടി സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലം അന്വേഷിച്ചപ്പോൾ അത് കണ്ണൂരിൽ മുണ്ടയാട് പ്രവർത്തിക്കുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് ലഭിച്ചത്. ആ ഇൻഡോർ സ്റ്റേഡിയം അനുവദിച്ചിട്ടുള്ള സ്പോർട്സ് കൗൺസിലിനും സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ OK വിനീഷിനും സംഘാടക സമിതിയുടെ പേരിൽ ഹാർദമായ അഭിവാദനം ഞാൻ നേരുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ടും ഈ പരിപാടി ധന്യമാക്കുന്നത് CM എന്നറിയപ്പെടുന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനാണ്. CMനെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി കിട്ടിയതിൽ സംഘാടക സമിതി വളരെയധികം അഭിമാനം കൊള്ളുന്നു. അദ്ദേഹത്തെ കണ്ണൂരിലെ ജനാവലിയുടെ പേരിൽ, സംഘാടക സമിതിയുടെ പേരിൽ സംസ്ഥാനത്തെമ്പാടും എത്തിയിട്ടുള്ള യോഗ പഠിതാക്കളുടെ പേരിൽ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. CMനെ തീർച്ചയായിട്ടും സമൂഹം അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള CM എന്നത് ഒരു ചുരുക്കപ്പേരാണ്. ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഴുവൻ പേര് മുംതാസ് അലി ഖാൻ എന്നാണ്. M എന്നത് ചുരുക്കപ്പേരാണ്. മനുഷ്യൻ എന്ന പദത്തിൻ്റെ ആദ്യാക്ഷരം മാൻ, അതിൻ്റെ ആദ്യാക്ഷരമായിട്ടുള്ള M എന്ന ചുരുക്കപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് അംഗരക്ഷകരായി വടക്കേ ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പാർത്ത തിരുവനന്തപുരത്തെ പത്താൻ കുടുംബത്തിലാണ് CMൻ്റെ ജനനം. ഇദ്ദേഹത്തിന് 2 സഹോദരിമാരുണ്ട്. അതിലൊരാൾ കർണാടക കേഡറിൽ IAS-കാരിയായിരുന്നു. വളരെ കാലമായി സൂഫി ബന്ധം നിലനിർത്തിപ്പോരുന്നതാണ് CMൻ്റെ കുടുംബം. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസിലും മോഡൽ ഹൈസ്കൂളിലും ശ്രീകാര്യം ലയോള കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോലി തേടുന്നതിന് പകരം നേരെ ഹിമാലയത്തിലേക്കാണ് CM പോയത്. സാധാരണ മനുഷ്യർക്ക് വിചിത്രമെന്ന് തോന്നുന്ന രീതിയിൽ തൻ്റെ 9ാം വയസ്സിൽ വീട്ടുവളപ്പിൽ കണ്ടുമുട്ടിയ തികച്ചും അസാധാരണമായ ഒരു സംഭവം, അസാധാരണനായിട്ടുള്ള ഒരു ഹിമാലയൻ യോഗിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ആ സംഭവം. അതാണ് ഹിമാലയത്തിലേക്ക് യാത്ര തിരിക്കാൻ CMനെ പ്രേരിപ്പിച്ചത്. അത്യന്തം ദുർഘടം പിടിച്ചതായിരുന്നു ഋഷികേശിൽ നിന്നും 220 കിലോമീറ്റർ കാൽനടയായിട്ടുള്ള ആ യാത്ര.
അവസാനം ചൈന അതിർത്തിയിലെ മനാഗ്രാമത്തിലുള്ള വാസഗുഹയിൽ വെച്ച് താൻ 9-ാം വയസ്സിൽ കണ്ടുമുട്ടിയ അതേ യോഗിയെ വീണ്ടും കണ്ടുമുട്ടുന്നു. അതൊരു സുപ്രധാനമായിട്ടുള്ള സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മഹേശ്വർനാഥ് എന്നായിരുന്നു. അദ്ദേഹത്തോടൊപ്പം 3.5 വർഷം ഹിമാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചു. കാൽനടയായി ഹിമാലയത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. പഴയ പാതയിലൂടെയും പുതിയ പാത കണ്ടെത്തിയും രണ്ടുപേരും നടന്നു. ആത്മീയ പാതയുടെ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന നിരവധി യോഗിവര്യന്മാരെ മഹേശ്വർനാഥ് പരിചയപ്പെടുത്തി കൊടുത്തു. ഹിമാലയത്തിൽ താമസിച്ച 3.5 വർഷം കൊണ്ട് ശ്രീ എമ്മിൻ്റെ ശരീരവും മനസ്സും മഹേശ്വരനാഥ് ഉടച്ചു വാർക്കുകയായിരുന്നു. തീർത്തും ഒരു പുതിയ മനുഷ്യനാക്കി അദ്ദേഹത്തെ മാറ്റി. അക്ഷരാർത്ഥത്തിൽ ഒരു പുനർജന്മമായിരുന്നു അത്. മഹേശ്വർനാഥിനെ ശ്രീ എം ബാബാജി എന്നാണ് വിളിച്ചിരുന്നത്. ഭാരതീയ തത്വചിന്തയിലെ ഷഡ്ദർശനങ്ങളിൽ ഒന്നായ യോഗവിദ്യയെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നവീകരിച്ച് സംരക്ഷിച്ചു നിർത്തിയത് നാഥ് പരമ്പരയിൽ പ്രബലരായിട്ടുള്ള ആദിനാഥ്, മത്സ്യേന്ദ്രനാഥ്, ഗോർഖനാഥ് തുടങ്ങിയ യോഗിവര്യന്മാരായിരുന്നു. അവരുടെ പിൻഗാമിയായിരുന്നു ശ്രീ എമ്മിൻ്റെ ഗുരുവായിട്ടുള്ള മഹേശ്വർനാഥ് ബാബാജി. ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ശ്രീ എം യോഗവിദ്യ കഠിനമായി അഭ്യസിക്കുകയും തീവ്രമായി മനനം ചെയ്യുകയും ആത്മീയ അനുഭൂതിയുടെ ഉന്നത ഭാവങ്ങൾ നേരിട്ടനുഭവിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഭഗവത്ഗീത, ഉപനിഷത്തുകൾ തുടങ്ങിയ ഇന്ത്യൻ പൈതൃക ഗ്രന്ഥങ്ങളും ക്രിസ്തീയ, ഇസ്ലാമിക, ജൂത, ബുദ്ധ, സിഖ് മതഗ്രന്ഥങ്ങളും ഗുരുവിൻ്റെ സഹായത്തോടെ ആധികാരികമായി ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുകയുണ്ടായി. വ്യത്യസ്ത വഴികളിലൂടെയുള്ള ആത്മീയ അന്വേഷണം ഒരു സ്ഥലത്താണ് അദ്ദേഹത്തെ എത്തിച്ചത്. മതങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവയുടെ എല്ലാം ആത്മസത്ത ഒന്നാണ് എന്നാണ് അദ്ദേഹം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞത്. 3.5 വർഷത്തെ ഹിമാലയവാസത്തിന് ശേഷം ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടിൽ തിരിച്ചെത്തുകയും വിവാഹിതനാവുകയും ചെയ്തു. ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ കുടുംബസമേതം അദ്ദേഹം താമസിക്കുകയാണ്. പ്രഭാഷണവും ഗ്രന്ഥരചനയുമാണ് പ്രധാന കർമ്മപരിപാടി. എപ്രൻറ്റീസ്ഡ് ടു എ ഹിമാലയൻ മാസ്റ്റർ, എ യോഗീസ് ഓട്ടോബയോഗ്രഫി എന്ന ആത്മകഥ ഇംഗ്ലീഷിൽ അദ്ദേഹം രചിക്കുകയുണ്ടായി. മലയാളമടക്കം 8 ഇന്ത്യൻ ഭാഷകളിലും 2 വിദേശ ഭാഷകളിലും ഈ ആത്മകഥ തർജ്ജമ ചെയ്യുകയുണ്ടായി. ഭാര്യ ശ്രീമതി സുനന്ദ പീപ്പിൾ ഗ്രോവ് സ്കൂളിലെ പ്രിൻസിപ്പലാണ്. 2 മക്കളും വിവാഹിതരാണ്. ശ്രീ എം ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേര് പ്രത്യാശയുടെ പദയാത്ര എന്നാണ്. വാക്ക് ഓഫ് ഹോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും. 2015 ജനുവരി 12 കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് 11 സംസ്ഥാനങ്ങളിലൂടെ 500 ദിവസം യാത്ര ചെയ്ത് 7500 കിലോമീറ്റർ ദൂരം പിന്നിട്ട് 2016 മെയ് 5 കാശ്മീരിലെ ശ്രീനഗറിൽ അവസാനിക്കുന്ന ഒരു പദയാത്രയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 70 പേരടങ്ങുന്ന ഒരു കോർ ഗ്രൂപ്പ് സ്ഥിരമായി ശ്രീ എമ്മിൻ്റെ കൂടെ നടക്കുന്നു. അതിൽ 30 പേർ മലയാളികളാണ്. അതാത് സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഒപ്പം ചേർന്ന് നടക്കും. ഒരു ദിവസം 18 കിലോമീറ്ററാണ് നടക്കുക. വൈകുന്നേരങ്ങളിൽ പ്രഭാഷണമുണ്ടാകും. കേരളത്തിലൂടെയുള്ള യാത്ര 2015 ജനുവരി 16 മുതൽ മാർച്ച് 6 വരെ 50 ദിവസമായിരുന്നു. ഫെബ്രുവരി 28 ഈ യാത്ര കണ്ണൂരിലൂടെ കടന്നുപോയത്. ഇതിനകം തമിഴ്നാട്, കേരളം, കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പിന്നിട്ടു.
ഇപ്പോൾ ഉത്തർപ്രദേശിലെ അലഹബാദിലെത്തിയിരിക്കുകയാണ്. അലഹബാദിലെ പദയാത്രയ്ക്ക് 3 ദിവസം വിശ്രമം നൽകിയിട്ടാണ് CM നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ മാത്രമായി ഇവിടെ എത്തിച്ചേർന്നത്. ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ മനസ്സിലാക്കിയ മതമൈത്രി, മതേതരത്വം, മതസഹിഷ്ണുത, എല്ലാ മനുഷ്യരും ഒന്നാണ് തുടങ്ങിയ മഹാകാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പ്രത്യാശിയുടെ പദയാത്ര മുന്നോട്ട് പോകുന്നത്. മഹേശ്വർനാഥ് ബാബാജി CMനെ ഏൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ് ഈ പദയാത്ര. CMന് 22 വയസ്സുള്ളപ്പോൾ തന്നെ ഹിമാലയത്തിലെ ഉത്തരകാശിയിൽ വെച്ച് യാത്രയെപ്പറ്റി സംസാരിച്ചിരുന്നു. യോഗയെക്കുറിച്ച് ഗുരുമുഖത്ത് തന്നെ നേരിട്ട് മനസ്സിലാക്കുകയും ഹിമാലയൻ യോഗിയായ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ യോഗ അഭ്യസിക്കുകയും യോഗയുടെ വ്യത്യസ്ത തലങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്ത CMനെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി ലഭിച്ചത് നമുക്ക് വളരെയധികം ആഹ്ലാദവും അഭിമാനവും പകരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും ശിക്ഷണവും നമുക്ക് തുടർന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം ഇവിടേക്ക് വന്നത് തന്നെ ഉത്തർപ്രദേശിലെത്തിയ പദയാത്രക്ക് 3 ദിവസം വിശ്രമം അനുവദിച്ചുകൊണ്ടാണ് എന്ന കാര്യം ഞാനിവിടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാഡമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്ററിൻ്റെ പേരിലും ഈ പ്രദർശനത്തിൻ്റെ പേരിലും CMന് ഒരിക്കൽ കൂടി ഊഷ്മളമായിട്ടുള്ള സ്വാഗതം അരുളുകയാണ്. ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി നാനാമേഖലയിലുള്ള വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാ VP ജയരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള KP സഹദേവൻ, MV ജയരാജൻ, T കൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാർ. ഞാൻ എല്ലാവരുടെയും പേരിവിടെ പറയുന്നില്ല, ചിലരുടെ പേരുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അവരെയെല്ലാം ഇവിടെ രൂപീകരിച്ച സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹ്യമായിട്ടുള്ള ലക്ഷ്യമെന്താണ്? ഇത്തരം പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ച് ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ചില പത്രക്കാർ, മാധ്യമപ്രതിനിധികൾ ഞങ്ങളോട് ചോദിച്ചു, ഇത് CPM നടത്തുന്ന യോഗയാണോ എന്ന്. അങ്ങനെ ചിലരെല്ലാം വാർത്തകൾ നൽകുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്കറിയാം, യോഗ പഠിതാക്കളിൽ വിവിധ മതങ്ങളിൽപ്പെട്ടവർ, വിവിധ വിശ്വാസങ്ങളെ പിന്തുടരുന്നവർ, അവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് മാത്രം അണിനിരക്കാവുന്ന ഒരു പ്രസ്ഥാനമല്ല മാർഷൽ അക്കാഡമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്റർ. സമൂഹത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള അടിസ്ഥാനത്തിൽ ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടുള്ളത്. പ്രചരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നല്ല പ്രചരണം കൊടുത്തു. ഇന്നലെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. അതിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തു. രാഷ്ട്രീയമായിട്ട് വിവിധ വിശ്വാസങ്ങളെ പിന്തുടരുന്നവരടക്കം ആ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും പൊതുസമൂഹം ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് അനുഭവം. ആ പ്രസ്ഥാനത്തെ സംസ്ഥാന തലത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാർഷൽ ആർട്സ് അക്കാഡമി ആൻഡ് യോഗ സ്റ്റഡി സെൻറ്ററിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് B ബാലചന്ദ്രൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നല്ല അദ്ദേഹം എത്തിയത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കണ്ണൂരിൽ അദ്ദേഹം വന്നും പോയും കൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ നാനാവശങ്ങൾ,
ഇതിൻ്റെ വിവിധ വശങ്ങൾ, ഓരോ വിശദാംശങ്ങളുമടക്കം ആലോചിച്ചുകൊണ്ട് സംഘാടക സമിതിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് അഡ്വക്കേറ്റ് ബി ബാലചന്ദ്രനെ ഈ സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ അക്കാദമിയുടെ സംസ്ഥാന സെക്രട്ടറി KP രാജഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഈ ഫൈനൽ റിഹേഴ്സൽ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഇതിൻ്റെ സെക്രട്ടറി KP രാജഗോപാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യോഗ ആചാര്യന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ യോഗാചാര്യന്മാരിൽ നമ്മുടെ നാട്ടുകാരനാണ്, പേരാവൂര് സ്വദേശിയാണ് ഡോക്ടർ രാജീവ്. അദ്ദേഹം അധ്യാപകൻ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, യോഗയെ പല നിലക്ക് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും സ്വീകാര്യമായിട്ടൊരു പാഠ്യപദ്ധതി രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ യോഗ പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഡോക്ടർ രാജീവ് ഇവിടെ ഈ വേദിയിലുണ്ട്. ഡോക്ടർ രാജീവിനെ സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ബാലകൃഷ്ണൻ, യോഗാചാര്യനായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണൻ പിണറായി സ്വദേശിയാണ്. അദ്ദേഹവും ഇതിനെ സംസ്ഥാനാടിസ്ഥാനത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ശ്രീ ബാലകൃഷ്ണനെ സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ കൃഷ്ണദാസ്, അദ്ദേഹം മൊറാഡ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ ശിഷ്യന്മാരുണ്ട്. അങ്ങനെ ഈ സിലബസ് രൂപപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഡോക്ടർ കൃഷ്ണദാസ്, അതുപോലെ തന്നെ മറ്റ് യോഗാചാര്യന്മാർ, എല്ലാവരുടെയും പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. നിരവധി ആളുകളുണ്ട്. സംസ്ഥാനത്തുടനീളം ഈ പാഠ്യപദ്ധതി അനുസരിച്ച് യോഗ പരിശീലിപ്പിച്ച് യോഗ പരിശീലനത്തിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി യോഗാചാര്യന്മാരുണ്ട്. അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പേര് ഞാനിവിടെ പറയുന്നില്ല. വേദിയിലുള്ള ആളുകളുടെ പേര് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞ് സ്വാഗതം പറയുന്നത്. എല്ലാ യോഗാചാര്യന്മാരെയും, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ യോഗാചാര്യന്മാരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറപ്പെട്ട് ഇന്നലെ രാത്രിയൊക്കെ എത്തിച്ചേർന്ന പഠിതാക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വെയിലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ശ്രീ എമ്മിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അവസരമുണ്ട്. ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള യോഗ അഭ്യാസ മുറകളുടെ പ്രദർശനം നടക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം പ്രയാസം സഹിച്ചുകൊണ്ടാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ള എല്ലാ പഠിതാക്കളെയും സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രദർശന പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായം നൽകിയിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാവരും, ഇതിനാവശ്യമായിട്ടുള്ള വളണ്ടിയർമാർ, അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദർശനം വീക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ജനങ്ങൾ, മാധ്യമപ്രതിനിധികൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ടീച്ചർ MP-യെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാർഷ്യൽ ആർട്സും യോഗയും ദേശീയ തലത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രാധാന്യവും പ്രയോജനവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ സംസ്ഥാനതല യോഗാഭ്യാസ പ്രദർശനം കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച്
അതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച്, എൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സംഘാടക സമിതിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ ജയരാജൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ സാമൂഹ്യ പ്രാധാന്യവും എല്ലാം വിശദമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുള്ള ശരീരവും സ്വസ്ഥമായ മനസ്സും ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്ന് നമ്മൾ പറയാറുണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയാറുണ്ട്. എന്നാൽ അത് ഇന്നത്തെ കാലത്ത് കൂട്ടിച്ചേർക്കേണ്ടത് ആരോഗ്യധനം സർവധനാൽ പ്രധാനം എന്നുകൂടി അതിൻ്റെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കേണ്ടി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരോഗ്യമില്ലാത്ത ശരീരവും അസ്വസ്ഥമായ മനസ്സും പേറി നടക്കുന്ന ഇന്ത്യയിലെ ജനലക്ഷങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ആരോഗ്യം ശക്തിപ്പെടുത്താൻ ആരോഗ്യദൃഢഗാത്രമായ ശരീരവും സ്വസ്ഥമായ മനസ്സും ഉണ്ടാക്കിയെടുത്ത് ഒരു ഉത്തമ പൗരനായിട്ട് വളർത്തുന്നതിന് കുട്ടികളും ചെറുപ്പക്കാരും ഉൾപ്പെടെ പ്രായമായവരെ ഉൾപ്പെടെ നല്ല ആരോഗ്യമുള്ളൊരു ജനതയെ മാറ്റിയെടുക്കുന്നതിന് കൂടി സഹായകരമായിട്ടുള്ള വിധത്തിലാണ് നമ്മുടെ ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡീസ് സെൻറ്റർ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പുതിയ അനുഭവമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും ഒരുപോലെ അവരുടെ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള വിഭവം ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായ വിധത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വ്യത്യസ്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉൾപ്പെടെ വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ഒന്നായിട്ട് യോഗ മാറുകയാണ്. കളരിപ്പയറ്റും കുഴിക്കളരിയും പൂരക്കളിയും കോൽക്കളിയും എല്ലാം സ്വന്തമായ ഈ നാട്ടിൽ മാർഷൽ ആർട്സ് ഒരു പുത്തനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പദം കൊണ്ട് പുത്തനാണ്. എന്നാൽ കേരളത്തിലുടനീളവും ഇന്ത്യയിലുടനീളവും ഈ രൂപത്തിലുള്ള മാർഷൽ ആർട്സ് നമ്മൾ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്കുൾപ്പെടെ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം നിസ്സാരമായിരിക്കില്ല, ആരോഗ്യപരമായും മറ്റു തരത്തിലും എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ യോഗ വഴി നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥമായ ആരോഗ്യമുള്ള മനസ്സ്, ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ട നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അക്കാദമി മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്താൻ എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കേണ്ടതാണ്. എല്ലാവരുടെയും പിന്തുണ അതിന് ലഭിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആരാധ്യനായ ആദരണീയനായ അദ്ദേഹത്തെ ശ്രീ എമ്മിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറു വിവരണം ഇവിടെ നൽകുകയുണ്ടായി. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് ഈ പരിപാടി, മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ ശ്രീ എമ്മിനെ ലഭിച്ചത് എന്തുകൊണ്ടും നമുക്ക് ഏവർക്കും അങ്ങേയറ്റം സന്തോഷകരവും അഭിമാനകരവുമായി ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നുമായി എത്തിയിട്ടുള്ള യോഗാഭ്യാസികളെയും മാർഷൽ ആർട്സ് അഭ്യാസികളെയും എല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ യോഗാചാര്യന്മാരെയും അതിൻ്റെ പ്രധാനപ്പെട്ട സംഘടനയുടെ നേതൃത്വം എന്നുള്ള നിലയിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ ബാലചന്ദ്രനെയും എല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ പേരെടുത്ത് പറയാതെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്കിതിനെ വിപുലപ്പെടുത്തണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് നമുക്ക് അനന്ത സാധ്യതകൾ നമ്മുടെ ആരോഗ്യരംഗത്തും മാനസിക സ്വസ്ഥതയുടെ കാര്യത്തിലും ഉണ്ടാക്കിയെടുക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടാതെ നമ്മുടെ ഈ പരിപാടി, ഇന്നത്തെ ഈ യോഗാഭ്യാസ പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നമുക്കേവർക്കും പ്രിയങ്കരനും ആദരണീയനുമായ ശ്രീ എമ്മിനെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ എത്തിച്ചേർന്നത് ഇതുപോലെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാട് ചെറുപ്പക്കാർ വരും എന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. അത് സത്യമായി തീർന്നു. ഒരുപാട് ചെറുപ്പക്കാരിവിടെയുണ്ട്. കാരണം ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെയൊക്കെ സമയം മുടി നരച്ചുപോയി. ഇനി അങ്ങോട്ടുള്ള ഭാവിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററിയോ എന്നെപ്പറ്റിയുള്ള ബയോഗ്രഫിയോ ഒന്നും പറയുന്നില്ല. കാരണം അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതും ഏതാണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു. അതിൽ വലിയ സന്തോഷം. യോഗ ചെയ്യുമ്പം യോഗ എന്താണ് എന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. സമയം കളയണ്ട. അപ്പം അതിനെപ്പറ്റി എന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പേ, ഒരുപാട് പല 1000 വർഷങ്ങൾക്ക് മുമ്പേ ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നതിനും മുമ്പേ മോഹൻജദാരോ ഹരപ്പായിൽ നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടുകിട്ടിയ ചില വിഗ്രഹങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. ആരുടെ വിഗ്രഹമാണ്, എന്ത് ദേവതയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പദ്മാസനത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മോഹൻജദാരോ ഹരപ്പ എന്ന് പറഞ്ഞാൽ ഏത് കാലത്തെ സിവിലൈസേഷനാണെന്ന് ആലോചിച്ച് നോക്കും. ആ സമയം തൊട്ട് പദ്മാസനത്തിലിരിക്കുന്ന ഒരു വിഗ്രഹം കണ്ടു കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ പുരാതനമായിട്ടുള്ള ഒരു അഭ്യാസമാണ്, ശാസ്ത്രമാണ് യോഗശാസ്ത്രം. ഞാൻ നാത്ത് സമ്പ്രദായത്തിൽ നിന്നാണ് ഇത് പഠിച്ചത്. ഇവിടെ ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കും, നാത്ത് സമ്പ്രദായം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ യോഗാഭ്യാസത്തിലെ രഹസ്യങ്ങൾ പലതും ഇല്ലാതെയായി പോകുമായിരുന്നു. കാരണം ചില വേദാന്തികൾ വിചാരിച്ചത്, വേദാന്തം നല്ലതാണ്, തെറ്റാണെന്നല്ല പറയുന്നത്, ചില വേദാന്തികൾ ഒരു വിഭാഗം വിചാരിച്ചത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അവിടെ എത്താം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അനുഭവം ഉണ്ടെങ്കിലേ പറയാൻ സാധിക്കുകയുള്ളൂ. വെറുതെ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അവിടെ എത്തില്ല. അതിന് മനസ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, റെഡിയാക്കണം. റെഡിയാക്കിയാലേ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് ധ്യാനമാണ് ആവശ്യം. ധ്യാനത്തിന് മുമ്പേ പ്രാണായാമമാണ് ആവശ്യം. പ്രാണായാമത്തിന് മുമ്പേ ആസനമാണ് ആവശ്യം. അപ്പോൾ ഇതെല്ലാം യോഗാഭ്യാസമാണ്. ആ സമയത്ത് ആദിനാഥിൽ നിന്നും വന്ന് ഒരു പരമ്പര, ആദിനാഥ്, മത്സ്യേന്ദ്രനാഥ്, ഗോരഖ്നാഥ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗോരഖ്നാഥ്, അദ്ദേഹം ഭാരതം മുഴുവൻ നടന്ന് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്, യോഗശാസ്ത്രം എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എല്ലാവരെയും പഠിപ്പിച്ചു. ഗോരഖ്നാഥിൻ്റെ മഠം ഗോരഖ്പൂരിലാണ്, ആ നേപ്പാളിൻ്റെ ബോർഡറിലാണ്. അദ്ദേഹം 1-2 പുസ്തകങ്ങൾ എഴുതി, ശാസ്ത്രങ്ങൾ എഴുതി. അതിലൊന്ന് ഗോരക്ഷ ഷടകം എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാം യോഗ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതൊക്കെ വായിച്ച് നോക്കണം. ഇവിടെ ആചാര്യന്മാരെടുത്ത് പറഞ്ഞാൽ അവർക്കറിയാം, അവരുടെ ഹെൽപ്പോടുകൂടി അത് ചെയ്താൽ മതി. ഒറ്റയ്ക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം യോഗശാസ്ത്രമെന്ന് പറഞ്ഞാൽ കളരി ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല, ഗുരുക്കൾ വേണം. അതേപോലെ യോഗ പഠിക്കണമെങ്കിൽ ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആചാര്യന്മാരുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ അനുസരിച്ച് ഗോരക്ഷ ഷടകം 1, പിന്നൊന്ന് ഹഠയോഗ പ്രദീപികം, സച്ചക്ര നിരൂപണം, പിന്നെ നാഥ് സമ്പ്രദായത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിദ്ധാന്ത പദ്ധതി എന്ന് പറയുന്നുണ്ട്. അത് ഒരു ഗൈഡില്ലാതെ ഒരിക്കലും മനസ്സിലാക്കാനും പറ്റില്ല, പഠിക്കാനും പറ്റില്ല. അതുകൊണ്ട് സിദ്ധാന്ത പദ്ധതി ഗോരഖനാഥിൻ്റെ ആണ്.
അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ പ്രകാരം ഞാനത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. എൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ അല്ല, ശാസ്ത്രങ്ങളിൽ ഉള്ളതാണ്. പക്ഷെ ഏറ്റവും പുരാതനമായിട്ടുള്ള സൂത്രങ്ങളാണ് പാതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ. അതിനെ അഷ്ടാംഗ യോഗസൂത്രം എന്ന് പറയും. പാതഞ്ജലിയുടെ അഷ്ടാംഗ യോഗസൂത്രം. പതഞ്ജലി എപ്പോഴാണ് ജീവിച്ചിരുന്നതെന്ന് ആർക്കും ഹിസ്റ്റോറിക്കലായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും പണ്ടത്തെ കാലത്തുള്ള ഒരു യോഗിയാണ് അദ്ദേഹം. പാതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം യോഗശ്ചിത്തവൃത്തി നിരോധ എന്നാണ്. എന്നുവെച്ചാൽ യോഗ എന്ന് പറഞ്ഞാൽ ചിത്തത്തിൻ്റെ വൃത്തികളെ നിരോധിക്കുകയാണ് യോഗം. അപ്പോൾ അവിടെ ഈശ്വരവിശ്വാസം വേണോ വേണ്ടേ എന്നുള്ള പ്രശ്നം എടുത്തിട്ടില്ല. ഞാൻ ഈശ്വരവിശ്വാസിയാണ്, പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കും യോഗ ചെയ്യാൻ പറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ യോഗ എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തത്തിനെ വൃത്തികളിൽ നിന്ന് മാറ്റുമ്പോൾ കൈവല്യം കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കൈവല്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ അഷ്ടാംഗയോഗ പാതഞ്ജലിയുടെ സിസ്റ്റം തൊട്ട് അതിനെ അഷ്ടാംഗയോഗം എന്ന് പറയുന്നതിൻ്റെ കാരണം അതിന് 8 അംഗങ്ങളുണ്ട്. അംഗം 8 അംഗങ്ങൾ. യമം നിയമം, നിയമ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി, ഇങ്ങനെ 8 അംഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിലൊന്ന് കണക്റ്റഡാണ്, ഇൻ്റർ കണക്റ്റഡാണ്. സെപ്പറേറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹോളിവുഡിൽ യോഗ ഒരുപാട് പോപ്പുലറാണ്. ഹോളിവുഡിൽ യോഗ ചെയ്യുന്നത് അതിൽ ഈശ്വരവിശ്വാസികളുമുണ്ട്, ഈശ്വരവിശ്വാസമില്ലാത്തവരുമുണ്ട്. പ്രത്യേകിച്ച് ചെയ്യുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും വയസ്സാകുന്ന പ്രോസസ്സിനെ ഒന്ന് സ്ലോ ചെയ്യാനും ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന പ്രവൃത്തി ഈ പ്രായം കുറയ്ക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് പ്രായമായ ഉടനെ ഓടും, അവിടെ പോയി കുറച്ച് യോഗയൊക്കെ ചെയ്ത് അത് മുടിയെല്ലാം കറുപ്പിച്ച് തിരിച്ചു വരും. അത് അപ്പം അവിടെയൊക്കെ ചെയ്യുന്നത് ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വെറും ആരോഗ്യത്തിന്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിലും യോഗ ഒരു വളരെ അഡ്വാൻസ്ഡ് ഒരു സയൻസാണ്. അത് ചെയ്താൽ, പക്ഷേ അത് യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നൈരന്തര്യ അഭ്യാസേന എന്നും ചെയ്യണം, റെഗുലറായിട്ട് ചെയ്യണം. ഒരു ദിവസം ചെയ്തുകൊണ്ട് പറ്റില്ല. അതിനെ ഒരു സമയം ഉണ്ടാക്കി ആ സമയം എന്നും അരമണിക്കൂറോ 1 മണിക്കൂറോ ചെയ്താൽ, ഞാൻ ചാലഞ്ച് ചെയ്യാം, 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാം. പക്ഷെ ആസനം ചെയ്യുന്നതിന് മുമ്പ് ചില യമനിയമങ്ങളെല്ലാം പാലിച്ചു. ഈ യമനിയമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോന്നായിട്ടെടുത്ത് പറയുന്നതിന് പകരം ഞാൻ സ്റ്റാൻഡേർഡായിട്ട് അതിനൊരു ഡെഫിനിഷൻ തരാം. യമനിയമം എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും അധികം അങ്ങോട്ട് ഇൻഡൽജ് ചെയ്യാനും പാടില്ല, തീരെ ചെയ്യാതിരിക്കാനും പാടില്ല. ഇതാണ് മിതാഹാര വിഹാരസ്യ എന്നാണ് പറയുന്നത്. ആഹാരം കഴിക്കണം, പക്ഷേ ആഹാരം ആവശ്യമുള്ളതേ കഴിക്കാവൂ. അങ്ങനെ ഒരു റൂളുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാം യോഗ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, വിശപ്പ് മുഴുവൻ തീരുന്നതിന് മുമ്പേ എണീക്കുക. അതാണ് ഏറ്റവും നല്ലത്. ആഹാരം കഴിക്കാൻ എഴുന്നേറ്റ് ഒരു ഈ ഏമ്പക്കമൊക്കെ വിടുന്ന സ്റ്റേജ് വരുന്നതിന് മുമ്പേ അങ്ങ് എണീറ്റാൽ മതി. വെള്ളം ഒരുപാട് കുടിക്കണം. അതുപോലെ തീരെ ആഹാരം കഴിക്കാതിരിക്കാനും പാടില്ല. യോഗാഭ്യാസം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നും ഉപവാസമാണെങ്കിൽ ഒരിക്കലും യോഗാഭ്യാസം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹെൽത്തി ഫുഡ്, സമയത്തുള്ള ആഹാരം, നല്ല ആഹാരം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം, ഇതാണ് മിതാഹാരം എന്ന് പറയുന്നത്. അതേപോലെ മിതാഹാര വിഹാരസ്യ എന്ന് പറയും. ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കരുത് എന്നല്ല, പക്ഷേ മനസ്സുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കും.
ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായത്തിൽ വേദവ്യാസൻ പറയുന്നു, ശ്രീകൃഷ്ണ അർജുന സംവാദമാണ്. ശ്രീകൃഷ്ണൻ അവിടെ ഗുരുവാണ്, ആചാര്യനാണ്, അർജുനൻ ശിഷ്യനാണ്. അപ്പം അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും വലിയ യോഗി അല്ലെങ്കിൽ ഏറ്റവും മഹാനായിട്ടുള്ള ഭക്തൻ ആരാണെന്ന് അങ്ങേ ഒന്ന് പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. ഒരു കാര്യം 3-4 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന്, സംന്യാം ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയങ്ങളെ കൈവശമാക്കി കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിച്ച ഒരാളെ ഞാൻ വലിയ യോഗിയാണെന്ന് പറയും. ഈ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാത്ത കൊണ്ടാണ് ക്രോധം, മോഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. അത് ബാക്കിയുള്ളവർക്ക് മാത്രമല്ല, നമുക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് തീരും. ദേഷ്യം, ക്രോധം. ശരിക്കും ദേഷ്യം വന്നാൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ തീ കത്തിക്കുന്ന പോലെയാണ്, ബാക്കിയുള്ളവർക്കൊന്നും ആവില്ല. എൻ്റെ വീട് തന്നെ ചാമ്പലായിത്തീരും കുറച്ച് കഴിയുമ്പോൾ. എൻ്റെ വീട്ടിലല്ലേ ഞാൻ കത്തിക്കുന്നത്, ബാക്കിയുള്ളവർക്ക് അതിനെക്കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വയ്ക്കുക. ഇതാണ് ആദ്യത്തെ യമനിയമത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 1. 2, സർവത്ര സമബുദ്ധയ. ഇതൊരു യോഗിയുടെ ക്യാരക്ടറാണ്. സാധാരണ എങ്ങനെയാണ്, സ്തുതി, ആരെങ്കിലും നമ്മളെ സ്തുതിച്ചാൽ നമ്മൾ പിന്നെ വലിയ ആളാണെന്ന് തോന്നി ഇങ്ങനെ നടക്കും. അതേ സമയത്ത് ആരെങ്കിലും നമ്മളെ അബ്യൂസ് ചെയ്താൽ, ഇയാൾക്കൊന്നും അറിയില്ല, ഇയാൾ മഠയനാണെന്ന് പറഞ്ഞാൽ ഉടനെ ഡിപ്രഷൻ അടിക്കും. നല്ലവനാണെന്ന് പറഞ്ഞാൽ സന്തോഷം, നല്ലവനല്ല എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ. ഇതാണ് ഇന്നത്തെ ലോകം. ഏറ്റവും കൂടുതൽ മരുന്നെന്ന് വിൽക്കുന്നത് മെഡിക്കൽ ഷോപ്പിൽ ഡിപ്രഷന് വേണ്ടിയുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് ഒപ്പീനിയന് നോക്കിയാണ് ജീവിക്കുന്നത്. ആരെങ്കിലും നമ്മളെ സ്തുതിച്ചാൽ ഞാൻ വലിയ ആളാണെന്ന്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബാബാജി എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു പണ്ട്, നിന്നെപ്പറ്റി പലരും പലതും പറയും, പലർക്കും പല വിശ്വാസങ്ങളും കാണും, പക്ഷെ നീ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ കുളത്തിനകത്ത് വീഴും എന്ന് പറഞ്ഞു. ചില 100 ദിവസം 100 പേര് എന്നെ കണ്ടു രാവിലെ ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 101-ാമത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞാൻ ഭഗവാനാണെന്ന് എനിക്ക് തോന്നും. അപ്പോൾ ബാക്കിയുള്ളവരുടെ പറയുന്നത് കേൾക്കാതെ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിച്ച് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും മനസ്സിനെ ഒരേ നിലയിൽ നിർത്താൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ഒരു യോഗിയുടെ കപ്പാസിറ്റി. അങ്ങനെ ജീവിച്ചാൽ നമ്മളും നന്നാവും, ബാക്കിയുള്ളവരും നന്നാവും. 3, സർവഭൂതഹിതേരത. എല്ലാ ജീവികളുടെയും ഹിതത്തിനെപ്പറ്റി ചിന്തിക്കുന്ന മനുഷ്യനെ ഞാൻ ഏറ്റവും വലിയ യോഗിയാണെന്ന് പറയുന്നു എന്ന് ഗീതയിൽ പറഞ്ഞു. അപ്പോൾ ഇത് യമനിയമങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അഷ്ടാംഗ യോഗത്തിൽ യോഗാസനം. ഈ യോഗാസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് യോഗാസനങ്ങളുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആചാര്യന്മാരുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് എത്ര യോഗാസനം ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി അത് ചെയ്യും. ആസനത്തിന് എന്താണ് ആസനം ചെയ്യുന്നതിൻ്റെ കാരണം, അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചാൽ, യോഗാസനം വെറും ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ആരോഗ്യത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. അതിനെ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് പറയും. നമുക്കറിയാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, ഇവിടെ തൈറോയിഡുണ്ട്, ഇവിടെ സോളാർ പ്ലെക്സസ് ഉണ്ട്, ഇവിടെ അഡ്രീനൽ ഗ്ലാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. യോഗാസനം ചെയ്യുമ്പോൾ, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം മാത്രം നന്നാവും, മസിൽ ഒന്ന് സ്ട്രോങ് ആവും. പക്ഷേ യോഗാസനം ചെയ്യുമ്പോൾ ഈ ഡക്ട്ലെസ് ഗ്ലാൻസ്, എൻഡോക്രൈൻ ഗ്ലാൻസ് എല്ലാം പ്രവർത്തിച്ചു തുടങ്ങും. ശരിയായിട്ട് കൺട്രോൾ ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു കാര്യം, അത് നമ്മൾ അഭ്യസിച്ച് നോക്കിയാൽ അതിൻ്റെ പ്രൂഫ് കിട്ടും. അധികം ദേഷ്യം വരുന്ന ആളാണെങ്കിൽ എന്നും മത്സ്യാസനം റെഗുലറായിട്ട് ചെയ്യും. മത്സ്യാസനം, പദ്മാസനത്തിലിരുന്നിട്ട് ഇങ്ങനെ പുറകോട്ട് പോകുന്നതാണ് മത്സ്യാസനം. ചെയ്യൂല്ലോ.
മത്സ്യാസനം ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ ആണ് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻസ്. ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ അഡ്രിനലിൻ ഇങ്ങനെ രക്തത്തിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നതാണ് ദേഷ്യം. അപ്പം ചെയ്യുന്നോ? ആയിരുന്നു മത്സ്യാസനം. ഇതൊരു പ്രാക്ടിക്കലാണ്. ഇത് വളരെ ഒരു ലാബിൽ നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പോലെയാണ്. ഇതാണ് മത്സ്യാസനം. മത്സ്യാസനം ചെയ്യുമ്പോൾ ആ അബ്ഡമൻ ഏരിയ ഇവിടെ മസിലെല്ലാം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ ഈ അഡ്രീനൽ ഗ്ലാൻഡിന് നല്ല ഒരു മസാജ് കിട്ടും. അത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിന്ന് 5000 കിലോമീറ്റർ പദയാത്ര ചെയ്തു. പദയാത്ര ചെയ്യുന്നത് തന്നെ വലിയ പ്രയാസമാണ്. കാലിൽ വേദനയൊക്കെ എടുക്കും. എനിക്ക് 67 വയസ്സായി. പലരും ചോദിക്കാറുണ്ട് 67 വയസ്സിൽ എങ്ങനെയാണ് നടക്കുന്നത്? യോഗാഭ്യാസമാണ്, വേറെ ഒന്നുമില്ല, സീക്രട്ടില്ല. ചിലർ പറയുന്നത് ദൈവം ഇങ്ങനെ സഹായിക്കും. യോഗാഭ്യാസം കൊണ്ട് ശരീരവും മനസ്സും സ്റ്റഡിയായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. മരണത്തിന് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ആർക്കും വരും. അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ശരീരത്തിനകത്തുള്ള പല ഗ്ലാൻസും അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും ആസനം കൊണ്ട്. പിന്നെ തല താഴത്തുള്ള ചില പോസസ് ഉണ്ട്, ശീർഷാസനം, സർവംഗാസനം. ഇതുകൊണ്ട് തലയിലുള്ള സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ എവിടെയും പോയി കുനിക്കാത്ത ഒരാളുടെ തലയിലെ ബ്ലഡിലെ സർക്കുലേഷൻ വളരെ മോശമായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് കുനിച്ചോണം. പണ്ടൊക്കെ ക്ഷേത്രങ്ങളിൽ ചെറിയ ഡോറാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്, വെച്ചാൽ കുനിഞ്ഞ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കുനിയണം എന്ന് വെച്ചാൽ തല താഴെ. മുസ്ലിം പ്രെയർ എന്തൊന്നാണ്? നമാസ് ചെയ്യുമ്പോൾ തല കുനിക്കും, താക്കും. ശീർഷാസനം എന്താണ്? കാല് മുകളിലും തല താഴത്തും. അപ്പോൾ സാധാരണ നമ്മൾ ഒരിക്കലും തല താഴെ വയ്ക്കും. നടന്നല്ലേ പോകുന്നത്, ഇരുന്നല്ലേ, തല എപ്പോഴും മുകളിലാണ്. അത് പോകുമ്പോൾ തലയിലെ സർക്കുലേഷൻ കൂടും. തലയിലെ സർക്കുലേഷൻ കൂടിയാൽ എന്താണ് അതിൻ്റെ പ്രയോജനം? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിനിയൽ ഗ്ലാൻഡ് എന്നൊക്കെ നമ്മുടെ ബോഡിയെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് ഇവിടെയാണ്. ഭഗവത്ഗീതയിൽ 15-ാമത്തെ അധ്യായമുണ്ട്. തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഊർധ്വമൂലം മതശാഖം അശ്വത്ഥം പ്രാഹുരവ്യഹം. അതിന് ഫിലോസഫിക്കലായിട്ടുള്ള അർത്ഥമുണ്ട്. ഫിസിക്കലായിട്ട് എടുത്താൽ ബാബാജി എനിക്ക് പറഞ്ഞു തന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരർത്ഥം. ഊർധ്വമൂലം അധശാഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമായിട്ടുള്ള ഒരു അശ്വത്ഥ വൃക്ഷമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, ഈ ശാഖകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ ഇവിടെയാണ്. ഊർധ്വമൂലം, ഇതിൻ്റെ റൂട്ട് ഇവിടെയാണ്, അതിൻ്റെ വേരിവിടെയാണ്, ഇതിൻ്റെ മൂലകാരണം ഇതാണ്. അതിന് ശരിയാക്കാൻ ശീർഷാസനം, സർവംഗാസനം ഇതെല്ലാം വളരെ യൂസ്ഫുള്ളാണ്. ഇങ്ങനെ പല ആസനങ്ങളുണ്ട്. ആസനം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് യമ നിയമ ആസന പ്രാണായാമം. നമുക്ക് അവിടം വരെ പോയാൽ മതി, അതിൻ്റെ അപ്പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ബാക്കി അഭ്യസിച്ച് കഴിഞ്ഞാൽ അനുഭവിച്ചോളൂ. പ്രാണായാമം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ശ്വാസം നമ്മുടെ കൺട്രോളിലല്ല. ആലോചിച്ച് നോക്കണം, ആഹാരം കഴിക്കാതെ കുറേ ദിവസം ജീവിക്കാൻ സാധിക്കും, വെള്ളം കുടിക്കാതെ കുറേ ദിവസം ജീവിക്കാൻ സാധിക്കും. ശ്വാസമില്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറേ ഇല്ല, അങ്ങോട്ട് നോക്കാറേ ഇല്ല. അത് തന്നെത്താനെ നടന്നോളും. ജനിച്ചപ്പോഴല്ല, ഗർഭത്തിലുള്ളപ്പോൾ തൊട്ട് തുടങ്ങി. അത് പോകുമ്പോൾ ജീവിതം കഴിഞ്ഞു. ചിലർ പറയും കാറ്റ് പോയി, ടയർ പഞ്ചറായതുപോലെ തിരി. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശ്വാസം. യോഗത്തിൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ആ ശ്വാസത്തിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്തെടുക്കുന്നത് എന്നുള്ള ശാസ്ത്രമാണ് പ്രാണായാമം. സാധാരണ നമ്മൾ വിചാരിക്കാറുണ്ട് എല്ലാവരും എപ്പോഴും 2 നോസ്ട്രിൽസിൽ കൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നതെന്ന് ആണ് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെയല്ല. ചില സമയത്ത് ലെഫ്റ്റ് ആയിരിക്കും, ചില സമയത്ത് റൈറ്റ്. അതിനെ യോഗശാസ്ത്രത്തിൽ ഇടപിംഗല എന്നാണ് പറയുന്നത്. അപ്പം
ഇവിടുന്ന് ശ്വാസം എടുക്കുമ്പോഴും ഇവിടുന്ന് ശ്വാസം ലെഫ്റ്റ് സൈഡിലെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. ഈ ശ്വാസം ഇടയിൽ കൂടെ വരുമ്പോൾ റൈറ്റ് സൈഡിലെ ശ്വാസമാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടുണ്ട്. ഇപ്പോൾ സയൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഉണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ, ഒരു അഭ്യാസം ഉണ്ടെങ്കിൽ, ഈ സൈഡാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്, ഈ സൈഡാണെങ്കിൽ ഈ സൈഡിലേക്ക് എങ്ങനെ മാറ്റും എന്നുള്ള ഒരു ടെക്നിക്ക് പ്രാണായാമത്തിലുണ്ട്. രണ്ടാമത്, നമ്മുടെ മനസ്ഥിതി അനുസരിച്ചാണ് നമ്മുടെ ശ്വാസം. എനിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ അജിറ്റേറ്റഡ് ആണെങ്കിൽ കണ്ണടച്ച് 2 സെക്കൻഡ് നോക്കൂ, ശ്വാസം ഭയങ്കര ഫാസ്റ്റായിരിക്കും. ദേഷ്യം വരുമ്പോൾ പറഞ്ഞുകൂടെ, ഇങ്ങനെയാണ് വരുന്നത് ശ്വാസം. അതേ സമയത്ത് ഞാൻ നല്ല മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലെങ്കിൽ കടൽക്കരയിലിരുന്ന് ഇങ്ങനെ കടലിൽ നോക്കിക്കൊണ്ട് ചുമ്മാ വെറുതെ ഇരിക്കുകയാണ് ശാന്തമായിട്ട്, ആ സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ശ്വാസം വളരെ ക്വയറ്റായിരിക്കും. അപ്പോൾ ഋഷിമാരെന്ന് പറഞ്ഞാൽ, ഋഷി എന്ന് പറഞ്ഞാൽ അത് റിലിജനുമായിട്ട് കണക്ഷനൊന്നുമില്ല. ഋഷി എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റാണ്, ആധ്യാത്മികമായിട്ട് റിസർച്ച് ചെയ്യുന്ന സയൻറ്റിസ്റ്റിനെയാണ് ഋഷി എന്ന് പറയുന്നത്. ഋഷിമാരത് നോക്കിയപ്പോൾ മനസ്ഥിതി അനുസരിച്ച് ശ്വാസത്തിൻ്റെ ഗതി മാറുകയാണെങ്കിൽ, ശ്വാസത്തിൻ്റെ ഗതി മാറ്റിയാൽ മനസ്സിൻ്റെ സ്ഥിതി മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, അത് അഭ്യസിച്ച് നോക്കിയപ്പോൾ അത് ശരിയായി. വളരെ സിമ്പിളായിട്ടൊരു പ്രാക്ടീസുണ്ട്. കുറച്ച് നേരം 5 മിനിറ്റ് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്, തന്നെത്താനെ വരുമ്പോൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഒരു ദീർഘശ്വാസം വിടണം തോന്നുന്നു നമുക്ക്. ഈ ദീർഘശ്വാസം വിട്ട് കഴിയുമ്പോൾ തന്നെത്താനെ ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയും. ഒന്ന് നോക്കിയാൽ മതി, അറ്റൻഷൻ കൊടുത്താൽ മതി, ഒന്നും ചെയ്യണ്ട. ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥിതി ശാന്തമാവും. ഇതിനാണ് ഭൗതിക ആചാര്യന്മാർ ബുദ്ധമതത്തിൽ വിപശ്ശന എന്ന് പറയുന്നത്. വിപശ്ശന എന്ന് പറഞ്ഞാൽ ശ്വാസത്തെ ശ്രദ്ധിക്കുക. ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ ശ്വാസം തന്നെത്താനെ അങ്ങോട്ട് ശാന്തമാവും. ശ്വാസം ശാന്തമാവുമ്പോൾ മനസ്ഥിതിയും ശാന്തമായിട്ട് തീരും. മനസ്ഥിതി ശാന്തമാവേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ശാന്തമാവാത്ത കൊണ്ടാണ് മിക്കവാറും പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത്. അതുമാത്രമല്ല, ശാന്ത മനസ്ഥിതിയോടെ ചിന്തിച്ചാൽ എപ്പോഴും ക്ലിയറായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സിന് ഒരിക്കലും ക്ലിയറായിട്ട് ചിന്തിച്ച് ഒരു കാര്യം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പോൾ പ്രാണായാമം, അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി, ഇങ്ങനെ 2-3, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആസനം കൊണ്ട് തുടങ്ങി യമനിയമങ്ങൾ പാലിച്ച് പ്രാണായാമം ചെയ്ത് മനസ്സിൽ ഒരു ശാന്തമായ നിലയിലെത്തിക്കഴിയുമ്പോൾ അതാണ് പിന്നെ ടേക്ക് ഓഫ് പോയിൻ്റ്. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കും. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതിന് ഞാൻ എൻ്റെ പേര് എന്തായാലും ചെയ്യാം, എൻ്റെ റിലിജൻ മതം എന്തായാലും ചെയ്യാം, എൻ്റെ ജാതി എന്താ, ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ആര് യോഗ പ്രാക്ടീസ് ചെയ്യാൻ ആരാണ് ക്വാളിഫൈഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം ക്വാളിഫൈഡാണ്. യമനിയമങ്ങൾ പാലിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാം, പിന്നെ കളരിയും കൂടെ ഉണ്ട്. ഞാൻ 8 വയസ്സ് തൊട്ട് CVN കളരിയിൽ പോയ ആളാണ്. 19ാമത്തെ വയസ്സ് വരെ ഹിമാലയത്തിൽ പോകുന്നവർ. കളരിയും യോഗയും തമ്മിൽ വളരെ ചേർച്ചയുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ശരിക്കും ഒരു കളരി തറയൊക്കെ ഉണ്ടാക്കി. വടകരയിൽ നിന്ന് നമ്മുടെ സുരേഷ് മാസ്റ്റർ ഗുരുക്കളുണ്ട്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ശരീരം നന്നാവും, ഒന്ന് മനസ്സ് നന്നാവും, വളരെ ക്ലിയറാവും. ശാന്തമായിട്ട് വരണമെങ്കിൽ അതിൻ്റെ കൂടെ യോഗയും കൂടെ ചേർത്താൽ മതി. ഞാൻ ഇതിൽ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും യോഗാഭ്യാസം ചെയ്ത്
ശരീരവും മനസ്സും നന്നാക്കും എന്നുള്ള വിശ്വാസം ഉണ്ട്. നാടും നന്നാവും, നമ്മളും നന്നാവും എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്നെ ഇവിടെ സ്വാഗതം ചെയ്ത് ഇതിനെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ച എല്ലാവർക്കും നന്ദി. വളരെ താങ്ക്സ്. നമസ്കാരം. കണ്ണൂരിൽ 1200 പേരുടെ യോഗ പ്രദർശനം ശ്രീ എന്നിന്റെ നേതൃത്വത്തിൽ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കാണുന്നത്. ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ യോഗ പരിശീലിക്കാൻ വിപുലമായ പദ്ധതിയാണ് കണ്ണൂരിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 1200 പേരുടെ യോഗ പ്രദർശനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. കായിക പരിശീലനത്തിലൂടെ വ്യക്തിയുടെ ആന്തരികവും മാനസികവുമായ സൗഖ്യമുറപ്പാക്കി സ്നേഹവും മതസൗഹാർദ്ദവും സമാധാനവും വളർത്തി ദേശീയ ഉദ്ഗ്രഥനത്തിനായി പ്രവർത്തിക്കുകയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. അർദ്ധകടിചക്രാസനം. അർദ്ധചക്രാസനം. വൃക്ഷാസനം. വിപരീത ത്രികോണാസനം.
വീരഭദ്രാസനം. ഉത്കടാസനം. വിശ്രമാസനം. വജ്രാസനം. ശശാങ്കാസനം. ഉഷ്ട്രാസനം. മാർജാരാസനം. വ്യാഘ്രാസനം.
മകരാസനം. ഭുജംഗാസനം. അർദ്ധശലഭാസനം. പൂർണ്ണശലഭാസനം. അർദ്ധധനുരാസനം. പൂർണ്ണധനുരാസനം. വിശ്രമാസനം. ഉത്ഥിത ഏകപാദാസനം 45 ഡിഗ്രി.
ഉത്ഥിത ഏകപാദാസനം 90 ഡിഗ്രി. ഉത്ഥിത ദ്വിപാദാസനം 45 ഡിഗ്രി. ഉത്ഥിത ദ്വിപാദാസനം 90 ഡിഗ്രി. മേരുദണ്ഡാസനം. അർദ്ധപവനമുക്താസനം. പൂർണ്ണ പവനമുക്താസനം.
വിപരീത നൗകാസനം. തോലാങ്കുലാസനം. സേതുബന്ധനാസനം. അർദ്ധമത്സ്യാസനം. അനന്തശയനാസനം. വിശ്രമാസനം. മഹാമുദ്ര.
ജാനുശീർഷാസനം. പശ്ചിമോത്താനാസനം. ഉപവിഷ്ടകോണാസനം. സൂര്യനമസ്കാരം. പ്രണാമാസനം. അർദ്ധചന്ദ്രാസനം. പാദഹസ്താസനം. അശ്വസഞ്ചലനാസനം. ദണ്ഡാസനം. ശശാങ്കാസനം. അഷ്ടാംഗ നമസ്കാരം. ഭുജംഗാസനം. പർവതാസനം. ശശാങ്കാസനം. അശ്വസഞ്ചലനാസനം. പാദഹസ്താസനം. അർദ്ധചന്ദ്രാസനം. പ്രണാമാസനം. അർദ്ധചന്ദ്രാസനം.
പാദഹസ്താസനം അശ്വസഞ്ചലനാസനം ദണ്ഡാസനം ശശാങ്കാസനം അഷ്ടാംഗ നമസ്കാരം ഭുജംഗാസനം പർവതാസനം ശശാങ്കാസനം അശ്വസഞ്ചലനാസനം പാദഹസ്താസനം അർദ്ധചന്ദ്രാസനം പ്രണാമാസനം വിശ്രമാസനം വിശ്രമാസനം കണ്ണൂരിൽ 1200 പേരുടെ യോഗാ പ്രദർശനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടത്. CPM-ൻ്റെ പിന്തുണയോടുകൂടിയാണ് പരിപാടി നിലവിൽ സംഘടിപ്പിക്കുകയും ചെയ്തത്. യോഗയും മറ്റു വർഗീയ സംഘടനകൾ ഗൂഢലക്ഷ്യത്തോടുകൂടി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിൽ കൂടിയാണ് വിശാലമായ അർത്ഥത്തിൽ